മുടിമേലെ മണം പരത്തണം മലയാളക്കരയിളക്കണം. സ്നേഹത്തിനും സന്തോഷത്തിനും ഒരുമയ്ക്കും നിറം പകരുന്ന ഈ പൊന്നോണ നാളിൽ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഒരു ഓണാശംസകൾ നേരുന്നു. ഓണം എന്നത് വെറും ആഘോഷം മാത്രമല്ല, ഒരുമിച്ച് ചിരിക്കാനും ചിന്തിക്കാനും സ്നേഹം പങ്കുവെക്കാനും പരസ്പരം ചേർത്ത് പിടിക്കാനുമുള്ള ഒരു മനോഹര അവസരം കൂടിയാണ് അല്ലേ? അപ്പൊ നമ്മുടെ ഈ പൊന്നോണ നാളില് ആദ്യം തന്നെ ഈ ഒരു ഇവന്റിന് സ്വാഗതം അർപ്പിക്കാനായി ബിനു വേ കല്ലാപ്പള്ളിയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ഓണമൊക്കെ ഇങ്ങോട്ട് അടുത്തേക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഒരു സന്തോഷം നൽകുന്ന സമയമാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ കുറച്ച് പ്രളയങ്ങളൊക്കെ നമുക്ക് തന്നെങ്കിലും അതെല്ലാം നമ്മൾ മാറ്റിവെച്ചുകൊണ്ട് ഓണം വരുമ്പോൾ എന്തൊക്കെ കഷ്ടതകളുണ്ടായാലും നമ്മളത് മാറ്റിവെച്ച് നമ്മൾ ആഘോഷിക്കുന്ന ഒരു വേളയാണിത്. ഈ ഓണത്തിൻ്റെ പിന്നിലെ കഥകളിൽ ഒരു ചതിയുടെ കഥയുണ്ട് ഇല്ലേ? നമ്മുടെ മഹാബലിയെ വാമനൻ ചതിച്ച് പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്ത ഒരു കഥ. ആ കഥയുടെ പിന്നിൽ ഒരു തോൽവിയുണ്ട് ഇല്ലേ? നമ്മളെല്ലാ ആഘോഷങ്ങളും നമ്മൾ വിജയത്തിൻ്റെ ആഘോഷങ്ങളാണ് ആഘോഷിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഈ ഓണത്തിൻ്റെ പിന്നിൽ ഒരു തോൽവി ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ്. നിറഞ്ഞൊരു കയ്യടിയോടുകൂടി നമുക്ക് നമ്മുടെ മാവേലി തമ്പുരാനെ ഈ വേദിയിലേക്ക് സ്വീകരിക്കാം. സന്ദേശമായിട്ട് എല്ലാവരോടും പറയാനുള്ളത്, സാധാരണ പാതാളത്തിൽ നിന്നും നമ്മൾ വർഷത്തിലൊരിക്കൽ മാവേലി തമ്പുരാൻ വരാറുണ്ട്. അതെന്തിനു വേണ്ടിയാ? നിങ്ങൾക്കെല്ലാം സന്തോഷം നൽകാൻ വേണ്ടിയിട്ടല്ലേ? അതെ. അപ്പം നിങ്ങളുടെ വിശേഷങ്ങൾ എന്താണെന്ന് അറിയണം. നിങ്ങൾക്ക് സുഖമാണോ അല്ലെങ്കിൽ നല്ല സന്തോഷം നൽകണം എന്നതിന് വേണ്ടിയിട്ടാണ് മാവേലി തമ്പുരാൻ വരുന്നത്. പക്ഷേ ഇവിടെ നാം കയറി വരുമ്പോൾ തന്നെ കണ്ടു എല്ലാവരും അമ്മമാരും അച്ഛന്മാരും എല്ലാം ചിരിക്കുന്ന മുഖം. അപ്പോൾ മാവേലിക്കാണ് ഇപ്പോൾ സന്തോഷം തോന്നുന്നത്. അതെ, നിങ്ങളൊക്കെ കണ്ടതോടുകൂടി സത്യം പറഞ്ഞാൽ മാവേലിക്കാണ് സന്തോഷം. അമ്മമാരുടെയും അച്ഛന്മാരുടെയും രാജാവല്ല, മകനാണ് ഈ മാവേലി തമ്പുരാൻ. നമ്മളെല്ലാം പല ദുഃഖങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇന്നത്തെ ദിവസം എന്നല്ല, എല്ലാ ദിവസവും നമ്മൾ സന്തോഷിക്കണം. ആ സന്തോഷം കാണാൻ വേണ്ടിയിട്ടാണ് മാവേലി വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു കയ്യടി കൊടുത്ത്. വളരെയധികം സന്തോഷം. ഓക്കെ, അപ്പോൾ ഒരു ഓണാശംസകളും കൂടി ഞാൻ കുറച്ച് പേർക്കൊക്കെ നേരിട്ട് പറഞ്ഞു. എന്നാൽ എല്ലാവർക്കും ഈ മാവേലി തമ്പുരാൻ്റെ ഓണാശംസകൾ കൂടാതെ നമ്മുടെ കേരള വിഷൻ ദൃശ്യ ചാനലിൻ്റെയും ഓണാശംസകൾ നേരുകയാണ്. ഇവിടെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഇവിടെ ഇത്രയും വിഭവസമൃദ്ധമായ സ്നേഹവിരുന്നും മറ്റ് കാര്യങ്ങളും കലാപരിപാടികളും എല്ലാം ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ മാവേലി തമ്പുരാൻ ചിലപ്പോൾ അങ്ങോട്ട് പോവും. പക്ഷേ ഇവരൊക്കെ ഇവിടെ പല കാര്യങ്ങൾക്കായിട്ട് ഇവിടെ തന്നെ ഉണ്ടാവും. ഇവിടെ ഇൻ്റർനെറ്റും അതോടൊപ്പം തന്നെ ഡിജിറ്റൽ TVയും പരിപാടിയൊക്കെ കൊടുത്തുകൊണ്ട് ഈ നാട്ടിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അവരെയും സ്നേഹിക്കണം, എല്ലാവരെയും സ്നേഹിക്കണം അല്ലേ? അപ്പോൾ മാവേലി തമ്പുരാൻ ഇനി കൂടുതൽ പറയുന്നില്ല. ബാക്കി കുറേ പരിപാടിയുണ്ട്. ഞാൻ ഫേസ്ബുക്കിലൊക്കെ കാണാറുണ്ട്. ഇഷ്ടംപോലെ സ്കിറ്റും പരിപാടിയൊക്കെ അടിപൊളിയാവുന്നുണ്ട്. അതൊക്കെ കളിക്കുന്ന കുറച്ച് പേരുണ്ട്. എല്ലാവരും ചെയ്യണം. അത് ഇനി ഉഷാറാക്കി മുന്നോട്ട് പോകണം. അപ്പോൾ മാവേലി തമ്പുരാന് അതും ഇവിടെയുള്ളതൊക്കെ കാണാൻ താല്പര്യമുണ്ട്. കൂടുതൽ സംസാരിച്ച് മാവേലി തമ്പുരാൻ വഷളാക്കുന്നില്ല. ഓണാശംസകൾ ഒരിക്കൽ കൂടി. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഇത്രയും വൈബായിട്ടുള്ള ഇത്രയും എനർജറ്റിക് ആയ ആളുകളെ കണ്ടിട്ട് തിരിച്ച് പാതാളത്തിലേക്ക് പോകാൻ തോന്നുന്നുണ്ടോ? അത് അങ്ങനെ തോന്നണമെന്നില്ല. നമുക്ക് അങ്ങനെ ഇവിടെ നിൽക്കുന്ന തന്നെയാണ് ആഗ്രഹം. പക്ഷേ നമ്മുടെ ഒരു നിയോഗം അങ്ങനെയാണ്. അതുകൊണ്ട് വർഷം തോറും നമ്മൾ ഇവിടെ വരുന്നു. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ പോകുന്നത്. ഇല്ലെങ്കിൽ ഒരിക്കലും പോകില്ല. അതായത് നമുക്ക് ലഭിക്കുന്ന ആ ഒരു സ്നേഹം ഇവിടെ വന്നപ്പോൾ തന്നെ നമ്മൾ കണ്ടു, മനസ്സിലാക്കി. അമ്മമാരും അച്ഛന്മാരും
അപ്പോൾ അവരെ ഇത് ലോകത്തെ എല്ലാവർക്കും വേണ്ടി ഞാൻ പറയാണ്, നമ്മൾ എല്ലാ അച്ഛനമ്മമാരെയും സ്നേഹിക്കണം. അത് എല്ലാവരും ഇപ്പോൾ ഇത് ടി വിയിലൂടെ കാണുന്നവരായിക്കോട്ടെ ആരായാലും നമ്മുടെ അച്ഛനമ്മമാരാണ്. ആ അച്ഛനമ്മമാരെ നമ്മൾ സ്നേഹിക്കണം. അവരെ വിട്ടുപിരിഞ്ഞ് നമ്മൾ ഒരിക്കലും പോകരുത്, അവരെ പറഞ്ഞയക്കരുത്. നമുക്ക് പല ദുഃഖങ്ങളുണ്ടാകും, പക്ഷേ ആ ദുഃഖങ്ങളെല്ലാം മറന്നുകൊണ്ട് ഈ ഓണം ഈ മാവേലി തമ്പുരാനും നമ്മുടെ കേരളാവിഷൻ തീർച്ചയായിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാം. ഇനിയും നമ്മൾ പോവാതിരിക്കാൻ നോക്കാം. താങ്ക് യു സോ മച്ച്. ഇത്രയും നല്ലൊരു ഓണ സന്ദേശം തന്ന മാവേലി തമ്പുരാനെ നമുക്ക് വലിയൊരു കയ്യടിയോടുകൂടി സ്വീകരിക്കാം. അടുത്തതായി ഈ വേദിയുടെ അധ്യക്ഷ പദം അലങ്കരിക്കുന്നത് OV വർഗീസ് സാറാണ്, COA ജില്ലാ പ്രസിഡന്റ്. സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ COയുടെയും കോട്ടയം KCDL കമ്പനിയുടെയും അതുപോലെ KCCLൻ്റെയും ഒക്കെ പ്രമുഖ ഡയറക്ടേഴ്സ്, സംഘടനയുടെ ഭാരവാഹികളെ, സമയം കൂടുതലായതുകൊണ്ട് ഒത്തിരി കാര്യങ്ങളും പറയുന്നില്ല. അപ്പം എന്താ വെച്ചാൽ ഈ സ്നേഹക്കൂട്ടിൽ നിങ്ങളോടൊപ്പം ഓണം ആഘോഷിക്കാനാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ പേരെടുത്ത് പറഞ്ഞ് സമയം കളയുന്നതിന് പകരം നിങ്ങളുമായിട്ട് ഒരു 2 മിനിറ്റ് 2 സെക്കൻഡ് സംസാരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് അല്ലേ? നിങ്ങൾക്ക് സന്തോഷം അതല്ലേ? അപ്പം നിങ്ങൾക്ക് കുറേ പാട്ട്, നല്ല ആദ്യം തന്നെ ഇവിടെ ഓണസദ്യ, ഈ പ്രാവശ്യത്തെ ഓണസദ്യ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് വെക്കുകയാണ്. ഇനി അങ്ങോട്ട് ഈ മാസം മുഴുവൻ നിങ്ങൾക്ക് ഓണസദ്യ തന്നെ ആയിരിക്കണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ട് ഒത്തിരി പാട്ടും ഒരുപാട് കാര്യങ്ങളും ഉണ്ട്. അപ്പം നമ്മുടെ അച്ഛനമ്മമാരാണ് ഈ ഇരിക്കുന്നതെല്ലാം. ഞങ്ങൾ ഇനിയും പല ആവശ്യങ്ങൾക്കായി ഇവിടെ വരും. കാരണം നിങ്ങളൊക്കെ കാണുന്നതിന് സന്തോഷം, നിങ്ങളുടെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം. നമുക്ക് സിബി സാറിനെ ആശംസ അർപ്പിക്കാനായിട്ട് വിളിക്കാം. ദൃശ്യയുടെ ചെയർമാനാണ് സാറ്. സാറിനെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഏറെ ബഹുമാനായ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ കോട്ടയം ജില്ലയുടെ പ്രസിഡന്റ് ശ്രീ OV വർഗീസ്, സ്റ്റേജിലെ കേരളാവിഷന്റെ കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട നിഷ, ഞങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരായ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ കോട്ടയം ജില്ലയിലെ സമുന്നതരായ നേതാക്കൾ, പ്രിയപ്പെട്ട അച്ഛനമ്മമാരെ, ഞങ്ങൾ പല പ്രാവശ്യം നിങ്ങളുടെ ഇടയിലൂടെ വരാൻ കാരണഭൂതരായിട്ടുണ്ട്. കേരളാവിഷനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളെല്ലാവരും TV കാണുമ്പോൾ അതിനിടയിൽ ചെറിയൊരു ചിഹ്നം കാണും അല്ലേ? അത് കേരളാവിഷനാണ്. കേരളത്തിലെ ഏതാണ്ട് 40 ലക്ഷം വീടുകളിൽ കേബിൾ TV കാണിക്കുന്ന ആൾക്കാരുടെ ഒരു പ്രതിനിധികളാണ് ഞങ്ങൾ. അറിയോ കേരളാവിഷനെ? കുടുംബശ്രീയുടെ പരിപാടി കോട്ടയത്ത് നടന്നപ്പോൾ അതിനകത്ത് കേരളാവിഷന്റെ പരിപാടി അവതരിപ്പിക്കാനായിട്ട് സ്നേഹക്കൂട്ടിലെ അച്ഛനും അമ്മമാരൊക്കെ ഉണ്ടായിരുന്നില്ലേ? വന്നിട്ടില്ലേ? ഇവിടെ കോട്ടയത്ത് വന്നു, കൊല്ലത്ത് വന്നു, ഇപ്പൊ എറണാകുളത്ത് പോയി, ആലപ്പുഴയിൽ പോയി, 14 ജില്ലകളിലും നിങ്ങളെ കൊണ്ടുപോകണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ മുഴുവൻ പരിപാടിക്കും വിടാനായിട്ട് നിഷയ്ക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസങ്ങളിലും നിങ്ങൾക്ക് ഓരോ സാഹചര്യങ്ങളായിരിക്കും. അപ്പോൾ ഇനിയുള്ള കാലങ്ങളിൽ കേരളാവിഷനും കോട്ടയത്തെ ദൃശ്യവും ഒക്കെ ചേർന്ന് ഇത്തരം പരിപാടികൾ നടത്തുമ്പോൾ നിങ്ങളെ മറക്കാതെ നിങ്ങളെയും കൂടെ കൂട്ടിയിണക്കി പോകാനാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അതുകൊണ്ട് ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികളെ കുറിച്ച് ഞങ്ങൾ ആലോചിച്ചപ്പോൾ തന്നെ നമ്മളുടെ ഓണം, ഇന്നു മുതൽ ഞങ്ങൾ ഓണം തുടങ്ങാനാണ് ആരംഭിച്ചത്. ആരംഭം സ്നേഹക്കൂട്ടിൽ നിന്നാവണം എന്ന് ഞങ്ങൾ ആലോചിച്ചു. അതുകൊണ്ടാണ് ഇന്ന് മറ്റു പരിപാടികളെല്ലാം മാറ്റിവെച്ച് ഞങ്ങളിവിടെ ഓടിയെത്തിയത്. ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് മറ്റു തിരക്കുകളെല്ലാം ഉണ്ടായിട്ടും ഒരു 10-15 മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങളെ ഇവിടെ കാണാനായിട്ട് എത്തും. അപ്പോൾ ഓണത്തിൻ്റെ ഓർമ്മകളെക്കുറിച്ചെല്ലാം നമ്മളുടെ മാവേലി നിങ്ങളോട് സൂചിപ്പിച്ചു. പഴയ കാലത്ത് നമുക്കൊന്നുമില്ലാത്തൊരു കാലഘട്ടത്തിൽ അല്ലേ, അന്ന് ചിലപ്പോൾ നമുക്കൊരു ഓണം വരണം, നല്ല ഒരു പലഹാരം കഴിക്കണമെങ്കിൽ അല്ലേ, ഉച്ചയ്ക്ക് ഇലയിട്ട് സദ്യ വിളമ്പെങ്കിൽ ഓണം വരണം. അതേസമയം ഇന്നത്തെ കുട്ടികൾ അതെന്താണ് എന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ആ ഓർമ്മപ്പെടുത്തലുകൾ നിങ്ങളിലൂടെയാണ് നമ്മളുടെ കുട്ടികളിലേക്ക് കൊണ്ടുപോകാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരിപാടി നിങ്ങളിവിടെ നടത്തുമ്പോൾ നിങ്ങളെല്ലാം ഏതാണ്ട് കോട്ടയം ജില്ലയിലെ മുഴുവൻ സ്ഥലങ്ങളിലും, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി,
എറണാകുളം ജില്ലയിലെ കുറച്ച് ഭാഗങ്ങളിലെല്ലാം നമ്മളുടെ ദൃശ്യ ചാനൽ പോകുന്നുണ്ട്. അതിലൂടെ നിങ്ങളെല്ലാം കാണിക്കും. ഞങ്ങൾ ഓണത്തിന് ആദ്യത്തെ പരിപാടി ഓണത്തിന് നിങ്ങളെല്ലാം ആദ്യം ജനങ്ങളെ കാണിക്കുക എന്നുള്ളൊരു പദ്ധതി ഇട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് വന്നത്. അതുകൊണ്ട് എല്ലാവരും വളരെ നല്ല നിലയിൽ ഓണം ആഘോഷിക്കാനായിട്ട് തയ്യാറായിരിക്കുക. അത് കഴിഞ്ഞ് ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓണക്കോടി തരും. അത് കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും കൂടി ഈ വർഷത്തെ ഓണസദ്യ ആദ്യമായി ഉണ്ണാം. അതിനുശേഷം നിഷ പറഞ്ഞത് ഇന്ന് മുതൽ ഇവിടെ ഓണം തുടങ്ങുക. പലരായിട്ട് എന്നും ഓണസദ്യയായിരിക്കും, നിങ്ങൾക്കെന്നും ഓണമായിരിക്കും. നാളുകളിലേക്ക് നമുക്ക് എന്നും ഓണമാകട്ടെ. മാവേലി ഇവിടെ പറഞ്ഞു വന്നപ്പോൾ മാവേലി ഒരു കാര്യം പറയാൻ മറന്നുപോയി. എന്താ? നമുക്കൊരു 4-5 വർഷക്കാലമായിട്ട് ഓണം ആഘോഷിക്കാൻ പറ്റത്തില്ലാത്ത നിലയിലേക്ക് കേരളത്തിലെ ജനത്തിന് ദുരിതം വിതച്ചുകൊണ്ട് നമ്മളെ മഴ പിടികൂടിയിരിക്കുകയാണ്. ഒട്ടനവധി ജീവൻ എടുത്തുകൊണ്ട് ഈ വർഷവും നമ്മുടെ കാലവർഷക്കെടുതി ഉണ്ടായി. 10-25ഓളം പേര് മരണപ്പെട്ടു. അവരുടെ എല്ലാം ദുഃഖത്തിൽ പങ്കുചേരുമ്പോഴും മലയാളി ഓണം ആഘോഷിക്കുകയാണ്. പണ്ടത്തെ നമ്മളുടെ ഓണത്തെക്കുറിച്ച് ആലോചിക്കണമെങ്കിൽ നമുക്കൊരു നല്ല ഡ്രസ്സ് ഇടണമെങ്കിൽ ഒരു ഓണം വരണമായിരുന്നു. ഇന്ന് അതെല്ലാം മാറി. ആ കാലമൊക്കെ മാറിയപ്പോൾ നമ്മളുടെ കുട്ടികൾ നമ്മളെ മറന്നുപോകുന്നുണ്ടോ എന്നാണ് നമുക്ക് തോന്നുന്നത്. വലിയ ഓണം ആഘോഷിക്കുന്ന കുട്ടികൾ എന്നും അവർക്ക് ഓണമാണ്. ഓണപ്പൂക്കളം ഇടുമ്പോൾ നമ്മൾ തൊടിയിലെ പൂ പറിച്ച് അത്തപ്പൂക്കളം ഇട്ടിരുന്ന സ്ഥിതിക്ക് ഇന്ന് ഇൻസ്റ്റന്റ് ഓണം ആഘോഷിക്കുന്ന സ്ഥിതിയിലേക്ക് നമ്മളുടെ മക്കൾ മാറിയിട്ടുണ്ട്. എല്ലാവരും പുതിയ കാലഘട്ടത്തിൽ ഇങ്ങനെ നടക്കുമ്പോൾ അച്ഛനമ്മമാരെ മറന്നുപോകുന്നുണ്ടോ എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അച്ഛനമ്മമാരെ മറക്കപ്പെടാത്ത അച്ഛനമ്മമാരാണ് നമ്മളുടെ എല്ലാം എന്ന് കരുതി ജീവിക്കുന്ന ഒരു തലമുറ ഈ ഓണ സന്ദേശത്തിലൂടെ നമുക്ക് ഉണ്ടായി വരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരു ഓണം കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സിബി സാർ, താങ്ക് യു സോ മച്ച്. ഈ ആഘോഷങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ച കേരള വിഷൻ ദൃശ്യ ടീം മെമ്പേഴ്സിനെയും എല്ലാ ഡയറക്ടേഴ്സിനെയും ആത്മാർത്ഥമായി ഒരിക്കൽ കൂടി സ്വാഗതം അറിയിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് കടക്കാം. So our sincere gratitude to the directors of Kerala Vision and Drishya channel for the valuable support and cooperation in making this Onam memorable one. ഇനി സ്നേഹവും കരുതലും കൊണ്ട് നമ്മുടെ അപ്പച്ചമാർക്കും അമ്മച്ചിമാർക്കും ഒരു വീടും തണലുമായി മാറിയതാണ് നമ്മുടെ സ്നേഹക്കൂട്. എന്നാൽ ഈ സ്നേഹക്കൂടിന് പിന്നിൽ ഒരു വ്യക്തിയുടെ വലിയ സ്വപ്നവും അതിലേറെ വലിയൊരു പരിശ്രമവും ഉണ്ട്. സ്നേഹത്തിന്റെ തണലിൽ ജീവിതം പുഞ്ചിരിയാക്കി മാറ്റിയ നമ്മുടെ സ്നേഹക്കൂടിന്റെ ഡയറക്ടർ നിഷ മാമിനെ വലിയൊരു കയ്യടിയോടുകൂടി ഓണ സന്ദേശത്തിനായി വേദിയിലേക്ക് ക്ഷണിക്കാം. ആദ്യം തന്നെ എല്ലാ പ്രിയപ്പെട്ടവരോടും ഞങ്ങൾക്ക് പറയാനുള്ളത് വലിയൊരു നന്ദിയാണ്. കാരണം ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ കുറേയധികം അച്ഛനമ്മമാരെ ഒരു ചെറിയ പ്രായം മുതൽ ചേർത്ത് പിടിച്ചപ്പം ഈ സമൂഹത്തിൻ്റെ മുന്നിൽ നിന്ന് ഉൾപ്പെടെ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളിലൂടെയൊക്കെയാണ് ഞങ്ങൾ കടന്നു വന്നത്. പക്ഷെ ഇന്നിങ്ങനെ ഒരു വലിയ വീടായിട്ട് ഇതിനെ ഒരു അനാഥാലയമെന്നോ ഒരു അഗതി മന്ദിരമെന്നോ ഒന്നും പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഒരുപാട് അച്ഛനമ്മമാരുള്ള കോട്ടയത്തെ വലിയൊരു തറവാടായിട്ട് ഇങ്ങനെ ഒരു സംരംഭം കൊണ്ടുവന്നപ്പം ഈ അച്ഛനമ്മമാരുടെ മുഖത്തെ ചിരി നിലനിർത്താനാണ് ഞങ്ങൾ ശ്രമിച്ചത്. അതിൽ ഞാൻ കുറേയൊക്കെ സക്സസ് ആണെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ആണോ? അതെ. അപ്പം ഇവരുടെ ഈ ഒരു എനർജിയും ഇവരുടെ ഈ ഒരു വാക്കുകളുമാണ് എത്ര പ്രതിസന്ധികളുണ്ടെങ്കിലും ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. കേരള വിഷനുമായിട്ട് വളരെ അടുത്ത ബന്ധമാണുള്ളത് അല്ലേ? നമ്മളുടെ അച്ഛനമ്മമാർക്ക് വളരെ അടുത്ത ബന്ധമാണുള്ളത്. കാരണം ഞാൻ പറഞ്ഞു, വീടുകളിൽ നിന്നും ഒരുപാട് കഷ്ടപ്പെട്ട് മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ വളർത്തി വലുതാക്കിയ ശേഷം അവരുടെ സ്വത്തുക്കളൊക്കെ എഴുതി മേടിച്ചിട്ട് വീടുകളിൽ നിന്നും പുറന്തള്ളപ്പെട്ടു പോയ കുറേയധികം അച്ഛനമ്മമാരാണ് നിങ്ങളുടെ മുൻപിലിരിക്കുന്നത്. പക്ഷേ ആ ഒരു വിഷമങ്ങളൊന്നും വരാതെ ഞങ്ങളിവിടെ ഹാപ്പി ആയിട്ടിരിക്കുമ്പം അതിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ തുടങ്ങിയ റീൽസും ഡാൻസും പാട്ടുമൊക്കെ ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാൻ ഒരു പരിധി വരെ നിങ്ങൾ സഹായിച്ചിട്ടുണ്ടെന്നുള്ളതിനൊരു വലിയ നന്ദിയും കൂടി ഈ അവസരത്തിൽ ഞങ്ങൾ പറയുകയാണ്. കാരണം കേരള വിഷനിലൂടെ ഞങ്ങൾ കുറേ ജില്ലകളിലെത്തി. അവിടെ എത്തിയവരൊക്കെ നമ്മുടെ അച്ഛനമ്മമാരുടെ പെർഫോമൻസുകൾ കണ്ട് കൈയടിച്ച് ഏറ്റവും മനോഹരമായ പ്രോഗ്രാം ഈ ഒരു പ്രായത്തിലും ഇവർ ചെയ്യുന്നതാണെന്ന് അഭിനന്ദിച്ചപ്പോൾ ഒരു മകളുടെ സ്ഥാനത്ത് നിന്ന് ഒരു വലിയ സന്തോഷവും ഒക്കെയാണ്, എനിക്ക് അഭിമാനവും ഒക്കെയാണ് തോന്നിയത്. അതിന് ഞങ്ങൾക്ക് വേദി ഒരുക്കി തന്നത് തീർച്ചയായിട്ടും കേരള വിഷനാണ്. വന്ന വഴികൾ മറക്കാതെ ജീവിതത്തിൽ ഉടനീളം പോകണമെന്നുള്ളൊരു ആഗ്രഹം മുന്നിലുള്ളത് കൊണ്ട് തന്നെ ഞങ്ങളുടെ വിജയത്തിൻ്റെ ഓരോ ചൂടിലും കൈപിടിക്കുന്ന എല്ലാവരോടും നന്ദിയോ
അമ്മയോടെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള വേദികളിലുമൊക്കെ നമ്മുടെ അച്ഛനമ്മമാരെ കൂടി ഉൾപ്പെടുത്താനും അവരെയും കൂടി ലോകമറിയാനും നാളുകളിൽ അവരെ ഇറക്കി വിട്ട മക്കൾക്ക് മുന്നിൽ അഭിമാനത്തോടു കൂടി ഈ അച്ഛനമ്മമാരുടെ കഴിവുകളെ കാണിക്കാനുള്ള അവസരങ്ങളൊക്കെ ഒരുക്കി തരുന്ന ഒരു വേദി കൂടിയാണ്. അപ്പം സിബിചേട്ടൻ പറഞ്ഞതുപോലെ, എനിക്ക് അടുപ്പമുള്ളത് കൊണ്ടാണ് കേട്ടോ ചേട്ടാ എന്ന് വിളിക്കുന്നത്, പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇവിടെ ഇന്ന് ശരിക്കും ഓണത്തിൻ്റെ ആഘോഷങ്ങളുടെ തുടക്കമാണ് കേരള വിഷൻ നൽകിയിരിക്കുന്നത്. ഇനി ഇവിടെ എന്നും ഓണമാണ്. ഒരുപാട് ആളുകൾ മക്കളായിട്ട് കൊച്ചുമക്കളായിട്ടൊക്കെ ഇവരുടെ ഒപ്പം ഓണം ആഘോഷിക്കാൻ, ഇവർക്ക് നല്ല ഭക്ഷണം കൊടുക്കാനൊക്കെ ആയിട്ട് എത്തുന്നുണ്ട്. ഞങ്ങൾക്കിവിടെ ഭക്ഷണത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ. ശരിക്കും നല്ല രീതിയിൽ ഫുഡ് കൊടുക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട്. പക്ഷേ ഒരുപാട് പേര് അവരുടെ സന്തോഷങ്ങൾ പങ്കുവയ്ക്കാൻ ഇവിടെ എത്തിച്ചേരുന്ന ഒരു അവസരമാണ് ഈ ഒരു ഓണക്കാലം. അപ്പം ഓരോരുത്തരോടും ഞങ്ങളുടെ സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. ഞങ്ങൾക്ക് നിങ്ങൾക്ക് തിരിച്ചു തരാനുള്ളത് ഞങ്ങളുടെ പ്രാർത്ഥനയാണ്, അല്ലേ അച്ഛനമ്മമാരെ? അതെ. അപ്പം ഈ അച്ഛനമ്മമാർക്ക് നിങ്ങൾക്കായിട്ട് തിരിച്ചു തരാനുള്ളത് ഞങ്ങളുടെ പ്രാർത്ഥനയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനും, കേരള വിഷൻ എന്ന ആ ഒരു സംഭവം ഇപ്പൊ ഇവിടെ പറഞ്ഞു അല്ലേ, നമ്മളെയൊക്കെ വീടുകളിൽ നമ്മളൊക്കെ ലോകത്തെ അറിഞ്ഞു തുടങ്ങിയത് ഇതുപോലുള്ള കേബിൾ TV വഴിയാണല്ലേ, ശരിയല്ലേ? പണ്ട് നമ്മൾ ദൂരദർശൻ കണ്ടുകൊണ്ടിരുന്ന കാലത്ത് നിന്നും മാറി ഇപ്പം വീടുകളിൽ നമ്മൾ വാർത്തകളിലേക്കും നമ്മൾ സിനിമകളിലേക്കും ഒക്കെ എത്തിയത് ഇതുപോലുള്ള കേബിൾ TV കണക്ഷനിലൂടെയാണ്. അപ്പം ഒരുപാട് വീടുകളിൽ ഇനിയും നിങ്ങളെ ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇത് ഒരുപാട് ഇനി മുന്നോട്ട് ഉയർന്നേ വരുവുള്ളൂ. ഞങ്ങളുടെ പ്രാർത്ഥനയും നന്ദിയും ഒക്കെ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. നന്ദി നിഷ മാം. ഹൃദയത്തെ സ്പർശിച്ച ഈ മനോഹര സന്ദേശത്തിനും ഞങ്ങൾക്കായി പങ്കുവച്ച സ്നേഹത്തിനും പ്രചോദനങ്ങൾക്കും 1000 നന്ദി. ഈ വാക്കുകൾ നമ്മുടെ ഓണാഘോഷത്തിലെ കൂടുതൽ മധുരവും അർത്ഥവത്തേകുന്നതുമാണ്. അടുത്തതായി ആശംസ അറിയിക്കാനായി ബി രജിസാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. COA സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ് അദ്ദേഹം. ലെറ്റ്സ് വെൽക്കം. ഞങ്ങൾ എല്ലാ വർഷവും ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള വിവിധ സ്ഥലങ്ങളിൽ ഞങ്ങൾ ഇത്തരം പരിപാടികൾ നടത്താറുണ്ട്. ഇതാദ്യമായിട്ടാണ് അച്ഛനമ്മമാർക്കൊപ്പം ഒരു പരിപാടി നടത്തുന്നത്. ഇങ്ങനൊരു സംവിധാനം ഇത്രയും അച്ഛനമ്മമാരെ കൂട്ടി ഇണക്കി അവർ സന്തോഷമായി കൊണ്ടുപോകാൻ കഴിയുന്ന ഇതിൻ്റെ ഡയറക്ടറെ ശ്രീ നിഷയ്ക്ക് ആദ്യമേ ഞങ്ങളുടെ സന്തോഷവും നന്ദി അറിയിക്കുകയാണ്. ഇവിടെ നിന്ന് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞങ്ങളുമൊക്കെ അച്ഛനമ്മമാരാണ്. ഇവിടെ വന്ന എല്ലാവരും അച്ഛന്മാരാണ്, അമ്മമാരും ഒത്തിട്ടില്ല. നാളെ ഞങ്ങളും ഇതേപോലെയുള്ള ഏതെങ്കിലും സ്ഥാനത്ത് ചിലരെങ്കിലും എത്തേണ്ടി വരുന്ന സാഹചര്യമുള്ളവരായിരിക്കാം. അല്ലെങ്കിൽ തന്നെ ഞങ്ങളുടെ കുട്ടികളൊക്കെ പഠിച്ച് ഇന്ന് നിങ്ങളുടെയൊക്കെ കാലത്ത് അല്ലെങ്കിൽ ഈ പ്രായത്തിലുള്ള പലരുടെയും കാലത്ത് അനുഭവിച്ചിരുന്ന അതേ രീതിയിൽ കുട്ടികളോടൊപ്പമുള്ള ഒരു ജീവിതം ഇനി ഉണ്ടാവുമോ എന്ന് സംശയിക്കുന്നവരാണ് ഞങ്ങളൊക്കെ. അവരൊക്കെ അവരുടെ ഭാഗമായി കുട്ടികൾ അവരുടെ ജീവിതത്തിൻ്റെ മാർഗമായി പലയിടത്തും പോയി ജീവിക്കുന്നവരും അച്ഛനമ്മമാർ ഒറ്റപ്പെടുന്ന ഒരു കാലഘട്ടമാണിപ്പോൾ. ഞങ്ങളതേക്കുറിച്ച് ഇപ്പോഴും ആലോചിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇനി ഞങ്ങളുടെ ഭാവിയിൽ ഒത്തൊരുമിച്ച് ഇങ്ങനെ അല്ലെങ്കിൽ പോലും സ്വന്തമായ ഒരു സാഹചര്യം ജീവിക്കാൻ കുട്ടികളോടൊപ്പല്ലാത്തൊരു സാഹചര്യത്തിൽ മാനസികാവസ്ഥയിലൊക്കെ ഞങ്ങൾ ഇപ്പോഴേ ആലോചിക്കുന്നവരാണ്. എന്തായാലും നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇത്രയും ഞങ്ങളെക്കാളും ഞങ്ങളുടെ അച്ഛനമ്മമാരായിട്ടുള്ള നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ള നിങ്ങളുടെ വിഷമങ്ങളും കാര്യങ്ങളുമൊക്കെ കുട്ടികളോടൊപ്പം കുട്ടികളോടൊപ്പമൊക്കെ ജീവിക്കേണ്ട നിങ്ങൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇവിടെ നിന്ന് സന്തോഷകരമായി ജീവിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാകുക എന്നുള്ളത് വലിയ ഒരു ദൈവാനുഗ്രഹമായി ഞാൻ കാണുകയാണ്. നിങ്ങൾക്കൊക്കെ ഈ ജീവിതാവസാനം വരെ ഇങ്ങനൊരു അഭയം ഉണ്ടായി എടുത്ത ഈ ഒരു സാഹചര്യം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവാനുഗ്രഹമായി കാണുകയാണ്. കുട്ടികളോടൊപ്പം ഇല്ല ഈ പറഞ്ഞ നമുക്ക് കുട്ടികളല്ല, നമ്മുടെ ഈ നാട്ടിലുള്ള ആളുകൾ ഇത്രയും സ്നേഹമായി ഇനി വരുന്ന തലമുറകളൊക്കെ എങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളോടൊപ്പം നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് സന്തോഷമായിരിക്കാൻ ഒരു ഇടം ഉണ്ടാകുക എന്നുള്ളത് പറയുന്നത് ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ദൈവാനുഗ്രഹമായി കാണുന്നു. അതിനൊരു നിമിത്തമായി ശ്രീ നിഷ ഇവിടെ എത്തി എന്നുള്ളത് നിങ്ങളുടെ ഏറ്റവും വലിയ സൗഭാഗ്യമായി കാണുകയാണ്. ഒപ്പം ഈ പറയുന്ന പോലെ നിങ്ങളോടൊപ്പം ചേർത്ത് പിടിക്കാൻ ഞങ്ങളെപ്പോലുള്ള കുറച്ച് ആളുകൾ എപ്പോഴും ഉണ്ടാകും. ഞങ്ങൾ ഇത്തരം സേവനങ്ങൾ ഞങ്ങളുടെ സംഘടനയായിട്ടും ഞങ്ങളുടെ കമ്പനികളായിട്ടും ഞങ്ങളുടെ ചാനലായിട്ടും ഒക്കെ ആളുകൾക്ക് വേണ്ട രീതിയിൽ ഞങ്ങളെക്കൊണ്ട് ചെയ്യാവുന്ന രീതിയിൽ
ഈ പറയുന്ന ഈ ഒരു തലമുറ എന്ന രീതിയിൽ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സമ്പൽ സമൃദ്ധിയുടെ ഒരു ഓണം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സർ. അടുത്തത് ആശംസ അറിയിക്കാനായി ജോജി കെ ജേക്കബ് സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ദൃശ്യയുടെ മാനേജിംഗ് ഡയറക്ടറാണ് അദ്ദേഹം. എത്രയും സ്നേഹം നിറഞ്ഞ അച്ഛനമ്മമാരെ, ഈ പ്രസ്ഥാനത്തെ മുന്നിൽ നിന്ന് നയിക്കുന്ന നിഷ ഉൾപ്പെടെയുള്ള ഈ സംഘാംഗങ്ങളെ, നമ്മുടെ COA ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ, സുഹൃത്തുക്കളെ, ഇന്ന് ഇവിടെ എത്തിച്ചേരാൻ പറ്റും എന്ന് ഞാൻ വിചാരിച്ചതല്ല. സത്യത്തിൽ ഇവിടെ പങ്കെടുത്തില്ലായിരുന്നെങ്കിൽ അതൊരു വലിയൊരു നഷ്ടമായി തീർന്നേനെ. ഇവിടെ വന്ന്, ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്, ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് ഇത്രയും ഭംഗിയായി ഇത് നടക്കുന്ന ഒരു പ്രസ്ഥാനത്തിൽ വരാനും കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഇത് വന്നില്ലായിരുന്നെങ്കിൽ അത് വലിയൊരു നഷ്ടമായി പോയെന്ന് എനിക്കിപ്പോൾ അത് ബോധ്യപ്പെടുന്നുണ്ട്. ഇവിടെ പിന്നെ ഓണത്തിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഓണം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് ഓണം ഉണ്ടായതെന്നൊക്കെ കാലകാലങ്ങളായിട്ട് ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ്. എല്ലാവർക്കും ഒരു നല്ല ഓണം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സർ. നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരോടൊപ്പം സമയം ചെലവഴിക്കാനായി നമ്മുടെ ഒരു ഗസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. സാന്ദ്ര എന്നാണ് പേര്. സാന്ദ്രയുടെ ജന്മദിനമാണിന്ന്. അപ്പം സാന്ദ്രയെ ഒരു ബർത്ത്ഡേ വിഷസ് അറിയിച്ചുകൊണ്ട് ഈ സ്റ്റേജിലേക്ക് നമുക്ക് ക്ഷണിക്കാം. സാന്ദ്രയുടെ ബർത്ത്ഡേ ഇന്നൊരു സ്പെഷ്യലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മാവേലി തമ്പുരാൻ്റെ മുന്നിലാണ് സാന്ദ്ര കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നത്. മാവേലി തമ്പുരാൻ അനുഗ്രഹത്തോടു കൂടി നമുക്ക് കേക്ക് കട്ടിങ് പരിപാടിയിലേക്ക് കടക്കാം. അടുത്തതായി ആശംസ അറിയിക്കാനായി ബിജു ജോസഫ് സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ് അദ്ദേഹം. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുണ്ട് ഈ ഒരു ഓണാഘോഷം നിങ്ങളുടെ കൂടെ നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞതിൽ. തീർച്ചയായിട്ടും നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ജീവിത സാഹചര്യമുണ്ട് എന്ന് കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഈ ഓണത്തിന് നമുക്ക് അടിച്ചു പൊളിച്ച് മുന്നോട്ട് പോകാം. എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് സർ. അടുത്തത് ആശംസ അറിയിക്കാനായി മുഹമ്മദ് നവാസ് സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. KCCL ഡയറക്ടറാണ് അദ്ദേഹം. എല്ലാവർക്കും നമസ്കാരം. വേദിയിലുള്ള സംഘടനയുടെയും കമ്പനിയുടെയും ഭാരവാഹികൾ, കമ്പനിയുടെ ഡയറക്ടേഴ്സ്, ജില്ലാ കമ്മിറ്റികൾ, പ്രിയപ്പെട്ട അച്ഛനമ്മമാരെ, വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസം. ഇന്ന് നിങ്ങളോടൊപ്പം ഓണത്തിൻ്റെ പ്രോഗ്രാമിൽ നിങ്ങളുടെ എല്ലാവരോടൊപ്പമുള്ള സന്തോഷത്തിൽ ഞങ്ങൾക്ക് പങ്കുചേരാൻ പറ്റി. നിങ്ങളെ എല്ലാവരെയും പല സ്ഥലങ്ങളിലുള്ള നിങ്ങളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ ഡയറക്ടർ നിഷാമാം നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന വലിയൊരു സംവിധാനങ്ങളാണ്. അതിലൂടെ വന്ന് കാണുവാനും ഈ ഒരു നിമിഷങ്ങൾ, ഈ ഒരു സമയം നിങ്ങളോടൊപ്പം പങ്കുചേരാനും ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. ഞങ്ങളെപ്പറ്റി ഇവിടെ വളരെ വിശദമായിട്ട് തന്നെ മുൻപിൽ സംസാരിച്ച ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഓണം എന്ന് പറയുമ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടിയും സമൃദ്ധിയോടുകൂടിയും കഴിയുന്ന ഒരു സമയമാണ്. എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടായെങ്കിലും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ആ ദിവസങ്ങളിൽ ഏറ്റവും സന്തോഷത്തോടുകൂടി കഴിഞ്ഞുകൂടാനാണ് നമ്മളെല്ലാവരും ശ്രമിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ നിങ്ങളെല്ലാവരെയും കാണുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും വലിയ സന്തോഷമാണ് കാണുന്നത്. ഇത്രയും അച്ഛനമ്മമാരോടൊപ്പം നമുക്ക് കഴിയാൻ പറ്റുന്നു. അതേപോലെ തന്നെ കേരള വിഷൻ്റെ മുൻപ് നടന്നിട്ടുള്ള എല്ലാ പ്രോഗ്രാമുകളും നിങ്ങളെല്ലാവരും വലിയ രീതിയിൽ പങ്കാളിത്തം വന്നിട്ടുണ്ട്. ഇനിയും നാളുകളിലും കേരള വിഷൻ കുടുംബം നിങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് എന്തെല്ലാം പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നുണ്ടോ അതിലെല്ലാം ഒരു ആളുകളായിട്ട് നിങ്ങളെയും കൂടെ കാണുന്നുണ്ട്. ഈ സന്തോഷത്തിൽ ഞങ്ങൾക്ക് പങ്കുചേരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പോൾ ഇനിയുള്ള നിമിഷങ്ങൾ നല്ല രീതിയിൽ ഈ ഒരു ദിവസം നല്ല രീതിയിൽ ഇവിടെ ആഘോഷിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടും എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള ഓണാശംസ നൽകിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
താങ്ക് യു സോ മച്ച് സർ. അടുത്തത് ആശംസ അറിയിക്കാനായി COA സ്റ്റേറ്റ് പ്രസിഡന്റ് പ്രവീൺ മോഹൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിലുള്ള സംഘടനയുടെ ഏറ്റവും സമാരാധനായ നേതാവ്, ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട സിബി, അദ്ദേഹം ദൃശ്യ ചാനലിൻ്റെ ചെയർമാൻ കൂടിയാണ്. അതുപോലെ തന്നെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ ജോജി, സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് വർഗീസ് ചേട്ടൻ, ജില്ലാ സെക്രട്ടറി ബിനു, സംസ്ഥാന കമ്മിറ്റി അംഗം പ്രിയപ്പെട്ട രജി സാറ്, കേരള വിഷൻ്റെ ഡയറക്ടർ പ്രിയപ്പെട്ട നവാസ് അടക്കം, സംസ്ഥാന കമ്മിറ്റി അംഗം ബിജു അടക്കം, വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, എൻ്റെ മുമ്പിൽ നല്ല ഐശ്വര്യമായി കസവ് സെറ്റ് സാരിയും കസവ് മുണ്ടും നല്ല ഷർട്ടുമൊക്കെ ഇട്ടിരിക്കുന്ന ഏറ്റവും പ്രിയമുള്ള മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, വലിയ നവാസ് പറഞ്ഞ പോലെ വലിയൊരു സന്തോഷവും അഭിമാനവും തോന്നുന്നുണ്ട് ഇവിടെ ഈ വേദിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ. പ്രത്യേകിച്ചും കോട്ടയത്ത് ഓണത്തിനോടനുബന്ധിച്ച് ദൃശ്യ ചാനലിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ സ്നേഹക്കൂടിൽ ഇവിടുത്തെ കാരണവർമാർക്കായി, മാതാപിതാക്കൾക്കായി ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുകയും അതിൻ്റെ ഭാഗമാകുകയും ചെയ്യുന്നതിൽ വലിയ അഭിമാനമുണ്ട്. തീർച്ചയായും ഓണക്കാലത്ത് നമ്മുടെ ഒരു സങ്കല്പമുണ്ട്. ഓണം ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ആഘോഷത്തിൻ്റെ നിമിഷങ്ങളാണ്, ആഘോഷത്തിൻ്റെ ദിവസങ്ങളാണ് ഓണം. ഒരുപക്ഷെ എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാ മാതാപിതാക്കളും അവരുടെ കുട്ടിക്കാലം, അവരുടെ മക്കളോടൊന്നിച്ച് ഉള്ള ആ ഓണക്കാലമൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ചിലപ്പോൾ അതിപ്പോൾ ഒരുപക്ഷെ അതൊരു വേദനയായി തോന്നുന്നുമുണ്ടാവും. പക്ഷെ ആത്യന്തികമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ ഒറ്റപ്പെടേണ്ടവരാണ്, തനിച്ചാവേണ്ടവരാണ്. അതിനകത്ത് സംശയമൊന്നുമില്ല. അതേതെങ്കിലുമൊക്കെ ഒരു സമയത്ത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തോന്നിയിട്ടുമുണ്ടാവും, ഞാൻ ഒറ്റയ്ക്കാണല്ലോ, അല്ല ഞങ്ങൾ ഒറ്റയ്ക്കാണല്ലോ എന്നൊക്കെ. ഇപ്പം കേരളത്തെ സംബന്ധിച്ച് നമ്മൾ അറിയുന്ന ഒരു കണക്ക്, കേരളത്തിൽ ഏതാണ്ട് 14 ലക്ഷത്തോളം വീടുകൾ അടഞ്ഞു കിടക്കുന്നു എന്നുള്ളതാണ്. 14 ലക്ഷത്തോളം വീടുകൾ അടഞ്ഞു കിടക്കുന്നു. 96 ലക്ഷം വീടുകളാണ് കേരളത്തിലുള്ളത്. ഈ 14 ലക്ഷം വീടുകൾ അടഞ്ഞു കിടക്കുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ മനസ്സിലാക്കാവുന്നത്, ആ വീടുകളിലെ മാതാപിതാക്കൾ കുട്ടികളോടൊന്നിച്ച് പുറത്തെവിടെയോ ആണ്, അല്ലെങ്കിൽ ആ മാതാപിതാക്കൾ പലരും ഇതേപോലെയുള്ള സ്നേഹക്കൂടുകളിലോ അല്ലെങ്കിൽ സ്നേഹതീരങ്ങളിലോ ആണ്. ഇനി അധികമല്ലാതെ വീടിനുള്ളിൽ തനിച്ച് ജീവിക്കുന്ന എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ മാത്രം ജീവിക്കുന്ന 6 ലക്ഷത്തോളം ഭവനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട ഭവനങ്ങളുണ്ട് എന്നുള്ള സർക്കാരിൻ്റെ കണക്ക്. അവിടെ ഒന്നെങ്കിൽ മാതാപിതാക്കൾ അച്ഛനും അമ്മയും തന്നെയുള്ളൂ, അല്ലെങ്കിൽ അവരിൽ ആരെങ്കിലും ഒരാളും ഒരു ജോലിക്കാരനേ ഉള്ളൂ. അപ്പം കേരളം ഇന്ന് നേരിടുന്ന അല്ലെങ്കിൽ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഇതൊക്കെ തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഇത് കേവലം കുറച്ച് ആളുകളെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല. നാളെ ഒരുപക്ഷെ ഞങ്ങളൊക്കെ നാളെ ഇതിൻ്റെ ഭാഗമായി മാറേണ്ടവരാണെന്നുള്ളൊരു ബോധ്യം കൂടി ഞങ്ങൾക്കുണ്ട്. ഈ സ്നേഹക്കൂട് പോലെ ഞങ്ങളെല്ലാവരും കൂടി അവസാന കാലത്ത് കൂടിച്ചേരാൻ പറ്റുന്ന ഒരു സംവിധാനം എന്താണെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക, അല്ലേ വർഗീസ് ചേട്ടാ? കാരണം അതാണ് ലോകം, അതാണ് കാലം. ആ ഒരു സാഹചര്യത്തിലേക്ക് നാളെ നമ്മളെല്ലാവരും ഒരു പക്ഷേ മാറേണ്ടവരാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒറ്റപ്പെട്ടവരാണ് എന്നുള്ളൊരു തോന്നലോ ചിന്തയോ നമുക്കുണ്ടാവേണ്ടതില്ല. അങ്ങനെ വരുമ്പോൾ അവരെ ചേർത്ത് പിടിക്കാൻ, അല്ലെങ്കിൽ അവരുടെ മനസ്സിനൊരു സന്തോഷം നൽകാൻ, ഈ ലോകത്ത് അവർ തനിച്ചില്ല എന്ന് അവരെ ഓർമ്മിപ്പിക്കാൻ അന്ന് ഇതേപോലെ തന്നെ ഒരു ദൃശ്യമോ മറ്റേതെങ്കിലും ഒരു സംവിധാനങ്ങളോ ഉണ്ടാവും. അപ്പം അതിനൊരു തുടക്കം എന്നുള്ള നിലയ്ക്ക്, അതിൻ്റെ ഒരു കടമ എന്നുള്ള നിലയ്ക്ക്, കേവലം ഒരു ഓണാഘോഷത്തിൻ്റെ ചടങ്ങ് എന്നുള്ളതിനപ്പുറം ഞങ്ങളുടെ ഒരു കടമയായി, ഉത്തരവാദിത്വമായി ഞങ്ങൾ കാണുന്നു നിങ്ങളോടൊപ്പം ഒരു നേരം ഓണമുണ്ണുന്നതും ഒരു ഓണാഘോഷത്തിൽ പങ്കെടുക്കുന്നതും. തീർച്ചയായും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ച
ദൃശ്യ ചാനലിൻ്റെ ഭാരവാഹികൾക്ക്, ദൃശ്യയുടെ ഭാരവാഹികൾക്ക്, കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ കോട്ടയം ജില്ലാ കമ്മിറ്റിക്ക് എല്ലാവിധ പുഷ്പളമായ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നതിനോടൊപ്പം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Yes, today we are going to witness the performance of truly energetic people. ഒരു ഡാൻസിനായിട്ട് നമ്മുടെ അമ്മച്ചിമാരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. മാമിനിയുടെ
മാത്രമാണെന്ന് നമ്മളെ തെളിയിച്ച നമ്മുടെ അമ്മച്ചിമാർക്ക് ഒരു വലിയൊരു കയ്യടി നൽകാം. സ്റ്റേജ് മുഴുവൻ ജീവസുറ്റതാക്കിയ ഈ മനോഹര പ്രകടനത്തിന് നമ്മുടെ അമ്മച്ചിമാർക്ക് ഒരിക്കൽ കൂടി ഒരു ക്ലാപ്പ് നൽകുന്നു. അടുത്തത്, സിനിമയിലെ രംഗങ്ങൾ കാണാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ? എന്നാൽ അതേ രംഗം ഈ വേദിയിൽ നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും അവതരിപ്പിച്ചാൽ അതിനൊരു പ്രത്യേക മാധുര്യം ഉണ്ടാവും. അപ്പോൾ ചോക്ലേറ്റ് എന്ന സിനിമയുടെ ഒരു ക്ലൈമാക്സ് രംഗമാണ് നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. നമുക്കവരെ വേദിയിലേക്ക് ഒരു വലിയ കയ്യടിയോടെ സ്വാഗതം ചെയ്യാം. എത്തിപ്പോയി, രമണൻ എത്തിപ്പോയി. തന്റെ പ്രാണപ്രിയെ നഷ്ടപ്പെടുമെന്ന് ഏതോ സിക്സ്ത് സെൻസ് കൊണ്ട് മനസ്സിലാക്കി അവൻ വരികയാണ്. ആ ഹൃദയവേദന കൊണ്ടാവും ആ കാലുകൾ ഇടർന്നത്. തകർന്ന മുരളിക്ക് തരൂ. ആ തകർന്ന മുരളി ഇന്ന് തരൂ. ഇല്ലെങ്കിൽ അയ്യോ, അത് സ്ക്രിപ്റ്റിലില്ല. ഞാൻ സൂക്ഷിച്ചു കൊള്ളാം. ഞാൻ സൂക്ഷിച്ചു കൊള്ളാം. നീ സൂക്ഷിക്കണം. അല്ലെങ്കിലും പ്രേമം പൊളിച്ച് ഗുഡ് ബൈ പറയാൻ നേരത്ത് നിന്നെ പോലെയുള്ള സകല അവളുമാരും സൂക്ഷിച്ചോളണം. എല്ലാം കൊളായി. കണ്ടിന്യൂ. എന്റെ സൗഹൃദത്തെ നീ പ്രണയമായി കണ്ടു. അത് നിന്റെ തെറ്റ് അല്ല, അത് നിന്റെ തെറ്റ്. നിന്റെ പ്രണയം നീ സൗഹൃദമായി നടിച്ചു. അതിന് നിനക്കുള്ള ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് തരാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ആത്മബലി കൊണ്ട് നീ എന്നെ ശിക്ഷിക്കരുത്. ആത്മബലി കൊണ്ടല്ലടാ, ചാട്ടവാറ് കൊണ്ട് വേണം ഇവളെയൊക്കെ ശിക്ഷിക്കാൻ. എടി ചങ്ങനാശ്ശേരിക്കാരൻ മത്തായിച്ചന്റെ മോള് ചന്ദ്രിക, നീ എന്നതാടി വിചാരിച്ചേ? നീ അങ്ങ് ഗുഡ് ബൈ പറഞ്ഞു പോയാ ഈ രമണൻ കെട്ടിത്തൂങ്ങി കിടന്ന് ആടുവന്നു. അത് പണ്ട്. സൈലന്റ് ആയിട്ട് കൈയടിക്കൂ പ്ലീസ്. ഇപ്പൊ എന്റെ കഴുത്തിലൊരു കുരുക്ക് വീഴുന്നെങ്കിൽ അതിന്റെ മറ്റേ അറ്റത്ത് നീയും ഉണ്ടാവും മോളെ. ചാവാനാണെങ്കിൽ ഒരുമിച്ച്, ജീവിക്കാനാണെങ്കിലും എവിടെ, ജീവിക്കാനാണെങ്കിലും. ആ പറയടി ചന്ദ്രികൻ, നിനക്ക് ജീവിക്കണോ അതോ ചാകണോ? പറയാൻ. അയ്യോ, രംഗം വഷളായി. കർട്ടനിടറോ. കർട്ടനിട്ട ചവിട്ടും ഞാൻ. നീങ്ങി വന്നേ, വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. അവളൊന്നും ചെയ്യരുത്. ഞാനൊന്നും ചെയ്യില്ല. എല്ലാം തീർന്നു. പക്ഷേ ഇവൾ ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് പറയണം എന്നെ സ്നേഹിച്ചിട്ടില്ല. എന്നെ പിരിഞ്ഞാലും സന്തോഷമായിട്ട് ജീവിക്കൂ. കണ്ടോ, അവളെ കൊണ്ട് പറയാൻ പറ്റില്ല. ഞാനൊരു തെറ്റ് ചെയ്തു, അതിന് ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണ്, എത്ര വട്ടം വേണമെങ്കിലും. പക്ഷെ അറിയാതെ ചെയ്തു പോയൊരു തെറ്റിന്റെ പേരിൽ പ്രേമിച്ച പെണ്ണിനെ സഹോദരിയായിട്ട് കാണാൻ എനിക്ക് സൗകര്യമില്ല. നിങ്ങൾ എല്ലാവരും
എന്നോട് ക്ഷമിക്കണം. എടീ, കാനന ചായയിൽ ആടുമേക്കാൻ ഞാൻ നിന്നെയും കൊണ്ടുപോവാണ്. രഘുവച്ചനും കമലമണിയമ്മയും കൂടി അവതരിപ്പിക്കുന്ന ഒരു കോമഡി ഡാൻസ് പെർഫോമൻസ് ആണ്. അവരെ ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. നിന്നെ ഞാൻ കിട്ടുന്ന കാലത്ത് ഊരിന്റെ നോട്ടു കൊണ്ടാറാട്ട് കണ്ണാനെ നീ എന്നെ കെട്ടിയില്ലെങ്കിലോ കണ്ണീരിലാണെന്റെ നീരാട്ട്. കേളടി നിന്നെ ഞാൻ കെട്ടുന്ന കാലത്ത് ഊരിന്റെ നോട്ടു കൊണ്ടാറാട്ട് കണ്ണാനെ നീ എന്നെ കെട്ടിയില്ലെങ്കിലോ കണ്ണീരിലാണെന്റെ നീരാട്ട്, കണ്ണീരിലാണെന്റെ നീരാട്ട്. അപ്പനും അമ്മയ്ക്കുമായിരം വീതം, അച്ചായന്മാർക്കൊക്കെ 500 വീതം, അയലത്തുകാർക്കൊക്കെ 50 വീതം, അച്ചാരം നൽകിയിട്ട് കല്യാണം. അപ്പനും അമ്മയ്ക്കുമായിരം വീതം, അച്ചായന്മാർക്കൊക്കെ 500 വീതം, അയലത്തുകാർക്കൊക്കെ 50 വീതം, അച്ചാരം നൽകിയിട്ട് കല്യാണം. നടക്കും. കേളടി നിന്നെ ഞാൻ കെട്ടുന്ന കാലത്ത് ഊരിന്റെ നോട്ടു കൊണ്ടാറാട്ട് കണ്ണാനെ നീ എന്നെ കെട്ടിയില്ലെങ്കിലോ കണ്ണീരിലാണെന്റെ നീരാട്ട്, കണ്ണീരിലാണെന്റെ നീരാട്ട്. ആസാവിൽ ഞാൻ പോയതാരിക്ക് വേണ്ടി, കാശങ്ങ് വാരിയതാരിക്ക് വേണ്ടി, പട്ടിക്ക് നൽകിയ സമ്പാദ്യമൊക്കെയും ചിട്ടി കൊണ്ടിട്ടതാരിക്ക് വേണ്ടി. ആസാവിൽ ഞാൻ പോയതാരിക്ക് വേണ്ടി, കാശങ്ങ് വാരിയതാരിക്ക് വേണ്ടി, പട്ടിക്ക് നൽകിയ സമ്പാദ്യമൊക്കെയും ചിട്ടി കൊണ്ടിട്ടതാരിക്ക് വേണ്ടി. മിസ്റ്റർ കേളടി നിന്നെ ഞാൻ കെട്ടുന്ന കാലത്ത് ഊരിന്റെ നോട്ടു കൊണ്ടാറാട്ട് കണ്ണാനെ നീ എന്നെ കെട്ടിയില്ലെങ്കിലോ കണ്ണീരിലാണെന്റെ നീരാട്ട്, കണ്ണീരിലാണെന്റെ നീരാട്ട്. നിക്കണ്ട, നോക്കണ്ട, താൻ എന്റെ പിന്നിൽ തിക്കി തിരക്കി നടക്കണ്ട. നിക്കണ്ട, നോക്കണ്ട, താൻ എന്റെ പിന്നിൽ തിക്കി തിരക്കി നടക്കേണ്ട. കൽക്കണ്ട മൂഷിയ കിന്നര വാക്കുമായി കൈക്കൂലി കാട്ടി അടുക്കേണ്ട. എന്റെ കരളല്ലേ പോടും പോടും പോടും. നമ്മുടെ കലാപരിപാടികൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ പരിപാടി അവസാനിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സ് നിറയുന്നത് സ്നേഹവും അഭിമാനവും കൊണ്ടാണ്. നിങ്ങളുടെ ഓരോ പ്രകടനവും ഈ വേദിയെ കൂടുതൽ മനോഹരമാക്കുകയും ജീവിതത്തെ എങ്ങനെ സന്തോഷത്തോടെ ആഘോഷമാക്കണമെന്ന് നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തു. ഈ പ്രായത്തിലും ഇത്രയും ആത്മവിശ്വാസത്തോടെയും ഊർജ്ജത്തോടെയും വേദിയിൽ നിറഞ്ഞു നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഞങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായും വലിയൊരു പ്രചോദനം തന്നെയാണ്. നിങ്ങളുടെ ചിരിയും ആവേശവും തന്നെയാണ് ഇന്നത്തെ ഈ ഓണാഘോഷത്തിൻ്റെ യഥാർത്ഥ ശക്തി. അതോടൊപ്പം ഈ അപ്പച്ചമാരെയും അമ്മച്ചിമാരെയും ഇത്തരത്തിൽ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ കഴിവുകൾ കണ്ടെത്തി വേദിയിൽ എത്തിക്കുകയും ചെയ്ത നമ്മുടെ സ്നേഹക്കൂടിൻ്റെ ഡയറക്ടർ നിഷ മാഡത്തിനോടുള്ള പ്രത്യേക നന്ദി ഈ സമയത്ത് ഞങ്ങൾ അറിയിക്കുന്നു. നിഷ മാഡത്തിനെ നമുക്ക് നന്ദി അർപ്പിക്കാനായിട്ട് വേദിയിലേക്ക് ക്ഷണിക്കാം. അപ്പോൾ വളരെ മനോഹരമായിട്ടുണ്ട്. അതായത് ഇവർക്ക് ഭക്ഷണവും മാത്രമല്ല, അവരുടെ മാനസികപരമായ ഉല്ലാസവും അതോടൊപ്പം തന്നെ അവരെ പൊതുധാരയിലേക്ക് മുന്നിട്ട് കൊണ്ടുവരികയും അവരെ എപ്പോഴും സന്തോഷത്തോടു കൂടി നിർത്തുകയും ചെയ്യുന്ന നമ്മുടെ നിഷ മാമിന് പ്രത്യേകിച്ച് നന്ദി രേഖപ്പെടുത്തുകയാണ്. ദൃശ്യ ന്യൂസിൻ്റെ നന്ദിയും ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. അതെ, ഇനി കൂടുതലൊന്നും പറയാനില്ല.
മാവേലിയുടെ കണ്ണൊക്കെ നിറഞ്ഞു, അത്രയും ഇമോഷണലായി പോയി. നമ്മുടെ നിഷ മാഡത്തിനെ വേദിയിലെ ദൈവത്തിൻ്റെ കൈകളാണ് കേട്ടോ. നമുക്ക് നിഷ മാഡത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കാം. ഞാനൊന്ന് നിങ്ങളുമായിട്ട് സംസാരിച്ചു. ഇപ്പം നമ്മൾ ഈ അച്ഛനമ്മമാരുടെ പെർഫോമൻസ് ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം, നമുക്ക് 50 വയസ്സ് കഴിയുമ്പം മുതൽ കാല് വയ്യ, കൈ വയ്യ, മുട്ടുവേദന. അപ്പോൾ സാറിൻ്റെ അടുത്ത് വന്നപ്പോൾ 42 വയസ്സായ എനിക്ക് മുട്ടിന് പ്രശ്നമായിട്ട് ഞാനേ ട്രീറ്റ്മെൻറ്റിലാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ ഒരു പ്രായത്തിൽ ഇവർ ഇത്രയും അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യാൻ ഒക്കെ സാധിക്കുന്നത് വലിയ കാര്യമായിട്ടാണ് നമ്മൾ കരുതുന്നത്. അവരുടെ ആ ഒരു കഴിവും അവരുടെ ആ ഒരു എനർജിയും ഒക്കെയാണ് നിങ്ങൾക്ക് മുമ്പിൽ നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരുന്നത്. ഇതിനകത്ത് ഞങ്ങൾക്ക് എടുത്തു പറയാനുള്ള ഒരു സംഭവം ഞങ്ങളെ ഷീലാമ്മയുടെ കാര്യമാണ്. ഷീലാമ്മ ഇവിടെ വരുമ്പോൾ 104 കിലോ ഭാരവുമായിട്ട് 8 സൈക്കാട്രി മെഡിസിൻ കഴിച്ചുകൊണ്ട് സ്നേഹക്കൂട്ടിലെത്തിയ ഷീലാമ്മ ഈ ഡാൻസിൻ്റെ പാട്ടായപ്പം 57 കിലോ വെയിറ്റിലേക്ക് മാറി. എല്ലാ സൈക്കാട്രി മെഡിസിനും നിർത്തി. അത്രയും വലിയൊരു മാനസികമായിട്ടുള്ളൊരു മാറ്റം അവരിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനിയുമുണ്ട് കേട്ടോ. 2.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന മധുരം വയോജനം എന്ന പ്രോഗ്രാമിൽ 17 ഡാൻസുകളാണ് ഒറ്റ അടിക്ക് ഒരു സ്റ്റേജിൽ നമ്മൾ അച്ഛനമ്മമാർ പെർഫോം ചെയ്യുന്നത്. ഇവരെ പഠിപ്പിക്കുന്നത് ഞങ്ങളാണെങ്കിലും ഞങ്ങൾ തന്നെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കും. കാരണം ഇത്രയും നേരം 2.5 മണിക്കൂറാണ് നമ്മളുടെ 70 വേദികൾ ഇപ്പം നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. മധുരം വയോജനം എല്ലാ TV ഷോകളിലും സ്നേഹക്കൂടിൻ്റെ മധുരം വയോജനം എത്തിക്കഴിഞ്ഞ് ഇനിയും ഇപ്പോൾ ഓണത്തിന് 7ഓളം പ്രോഗ്രാമുകളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരള വിഷനിൽ ഞങ്ങൾക്ക് 2 പെർഫോമൻസ് ഒക്കെ ചെയ്യാനാണ് അവസരം കിട്ടുന്നതെങ്കിലും ആ ഒരു 2 പെർഫോമൻസിലാണെങ്കിലും ഇവരെ ആളുകളിലേക്ക് എത്തിക്കാനായിട്ടാണ് ഞങ്ങൾ ഓരോ ജില്ലകളിലും ഇവരുമായിട്ട് എത്തുന്നത്. അപ്പോൾ ഞങ്ങളെ വലിയ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകട്ടെ. ഇനിയും ഒരുപാട് ആളുകൾക്ക് സഹായങ്ങൾ എത്തിക്കാൻ ജഗദീശ്വരൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് നൽകാനുള്ളത് പ്രാർത്ഥന മാത്രമാണ്. മറക്കാൻ പറ്റാത്ത ഒരു ഓർമ്മകൾ ഇവർക്ക് നൽകാൻ നിങ്ങളെല്ലാവരും ഇങ്ങ് വേദിയിലേക്ക് കയറി വന്നിട്ട് നമ്മളെ അച്ഛനമ്മമാരെല്ലാവരും കൂടെ ചേർന്ന് നമുക്കൊരു അടിപൊളി പെർഫോമൻസിന് ശേഷം അല്ലേ നമുക്ക് ഓണത്തിൻ്റെ ആ ഒരു ആഘോഷങ്ങൾ അവസാനിപ്പിക്കാം. എല്ലാവരെയും വിളിക്കണം. പറക്കണ പൂവേ 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 കളറാവട്ടെ, ചിരിക്കണ ചുണ്ടേ 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 പവറാവട്ടെ, മുല്ല 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 മുടിമേലെ മണം പരത്തണം, മലയാള കരയിളക്കണം, വിളമ്പാനായില നിരത്തണം, ഒരുങ്ങിവാ മിനിങ്ങിവാ. ഏത് മൂട് അത്തം മൂട്, ഏത് മൂട് പൂക്കള മൂട്, ഏത് മൂട് മുണ്ട് മൂട്, ഏത് മൂട് സാരി മൂട്, ഏത് മൂട് സദ്യ മൂട്, ഏത് മൂട് പായസ മൂട്, ഏത് മൂട് പപ്പടം മൂട്, ഏത് മൂട് ഓണം മൂട്, ഏത് മൂട് അത്തം മൂട്, ഏത് മൂട് പൂക്കള മൂട്, ഏത് മൂട് മുണ്ട് മൂട്, ഏത് മൂട് സാരി മൂട്, ഏത് മൂട് സദ്യ മൂട്, ഏത് മൂട് പായസ മൂട്, ഏത് മൂട് പപ്പടം മൂട്, ഏത് മൂട് ഒള്ളി മൂട്. വെള്ളപ്പെട്ട് തൊക്കയ്ക്ക് മെടിച്ച നക്കിലകില് പെരിമടിച്ച കള്ളത്തില് പൂക്കള നിറച്ച് 10 നാള് നകിട മറിക്കാൻ ഒറ്റപ്പൊളിയിൽ കൊച്ചി തിരുവനന്തപുരം മൊത്തം മലബാറും വള്ളത്തുടിയിൽ കൊല്ലമലപ്പുഴ പത്തനംതിട്ടയും കട്ടക്കൊരുമി കുട്ടപ്പൊലിപ്പില് കോട്ടയം പട്ടണം വട്ടത്തിടുക്കിയും തൃശ്ശൂർ പേരൂരും മൊത്തക്കരകളും. ഒറ്റപ്പൊളിയിൽ കൊച്ചി തിരുവനന്തപുരം മൊത്തം മലബാറും വള്ളത്തുടിയിൽ കൊല്ലമലപ്പുഴ പത്തനംതിട്ടയും കട്ടക്കൊരുങ്ങി കുട്ടപ്പൊലിപ്പില് കോട്ടയം പട്ടണം വട്ടത്തിടുക്കിയും തൃശ്ശൂർ പേരൂരും ലക്ഷത്തുരുത്തുകളും തിരുവേറയും. നിറപറ പറ നിറയ്ക്കണ നിറവാണല്ലോ, പെട്ടപ്പെട്ട വട്ടം വലിക്കണ രസമാണല്ലോ, മുല്ലേ 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 മുടിമേലെ മണം പരത്തണം, മലയാള കരയിളക്കണം, വിളമ്പാനായില നിരത്തണം, ഒരുങ്ങിവാ മിനിങ്ങിവാ. ഏത് മൂട് ഫ്രണ്ട്സ് മൂട്, ഏത് മൂട് ഫാമിലി മൂട്, ഏത് മൂട് സെൽഫി മൂട്, ഏത് മൂട് പാർട്ടി മൂട്, ഏത് മൂട് ഏത് മൂട് ഏത് മൂട് ഏത് മൂട് ഓണം മൂട്, ഏത് മൂട്